children, welcome back to A to Z Activities Zone. ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ടീച്ചറിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ അഡ്ജക്റ്റീവ് വരെയുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ടുള്ള അടുത്തത് വേർബാണ്. എന്താണ് വേർബ് എന്ന് നമുക്ക് നോക്കാം. A verb is a verb which express doing or being or possessing. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, ക്രിയ എന്താണോ അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഇവിടെ അതിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ഒന്ന് നോക്കിക്കേ. രവി പ്ലേസ് ക്രിക്കറ്റ്. അവിടെ അവൻ ക്രിക്കറ്റ് കളിച്ചു. അപ്പം എന്താണ് അവിടെ കളിച്ചു എന്നുള്ള വാക്കാണ് വെർബായിട്ട് വന്നിരിക്കുന്നത്. ദ ഗേൾ റോട്ട് എ ലെറ്റർ ടു ഹർ ഫാദർ. അവളുടെ അച്ഛന് ഒരു കത്ത് എഴുതി. ഇവിടെ എഴുതുക അല്ലെങ്കിൽ എഴുതി എന്നതാണ് ക്രിയ. റോട്ട് എന്നത് ക്രിയ ആയിട്ട് മാറി. അപ്പം എന്താണ് ക്രിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വേർബ്. The next one, adverb. An adverb is a verb which modifies a verb or an adjective or another adverb. എന്തിനെ മോഡിഫൈ, വിശേഷണം കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ വെർബിന് വിശേഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അഡ്ജക്റ്റീവിന് വിശേഷണം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വർബ് എന്ന് പറയുന്നത്. ഹീ ഈസ് എ ക്ലെവർ ബോയ്. അവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. അവന് നമ്മൾ വിശേഷണം കൊടുത്തു, അവൻ ബുദ്ധിയുള്ള കുട്ടിയാണ്. ദിസ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം വെരി എന്ന അതൊരു അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. ബ്യൂട്ടിഫുൾ മാത്രമല്ല, അതൊരു വെരി ബ്യൂട്ടിഫുൾ, ഇച്ചിരിയും കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അടുത്തത് പ്രിപ്പോസിഷൻ ആണ്. എ പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് വിച്ച് പ്ലേസ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ ടു ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നാമത്തിനോ അല്ലെങ്കിൽ നാമത്തിന് പകരമായി ചേർക്കുന്ന വാക്കുകൾക്ക്, അതായത് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ ആണ് പ്രോനൗൺ, അങ്ങനെ ചേർക്കുന്നതിനാണ്. അപ്പം പ്രോനൗൺ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു മുൻപായിട്ട് നമ്മൾ ഇതിനെ ഒരു റിലേഷൻ, ഇതിനൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ചില വാക്കുകൾ നമ്മൾ ചേർക്കാറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അപ്പം ഈ ബുക്കും ടേബിളും തമ്മിലുള്ള റിലേഷൻ കാണിക്കാനായിട്ട്, ബന്ധം കാണിക്കാനായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബുക്ക് എന്തിൻ്റെ മുകളിലാണ്? ടേബിളിൻ്റെ മുകളിലാണെന്ന് കാണിക്കാനായിട്ട് ഓൺ എന്ന വാക്ക് അവിടെ ചേർത്തിരിക്കുന്നു. ഷീ ഈസ് വാക്കിംഗ് ഇൻ ദ ഗാർഡൻ. അവൾ ഗാർഡനിലൂടെ നടക്കുന്നു എന്ന് കാണിക്കാൻ ഇവിടെ പ്രിപ്പോസിഷൻ ഇൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഐ ആം ഗോയിങ് വിത്ത് മൈ മദർ. അമ്മയുടെ കൂടെ എന്ന് കാണിക്കാനായിട്ട്, ആ ഒരു ബന്ധം കാണിക്കാനായിട്ട് വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രിപ്പോസിഷൻസിൽ കൈൻഡ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. സിമ്പിൾ പ്രിപ്പോസിഷൻ, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ. അപ്പോൾ ഇത് ഏതൊക്കെ വാക്കുകളാണ് ഈ പ്രിപ്പോസിഷനിൽ വരുന്നതെന്ന് പഠിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ പ്രിപ്പോസിഷനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. അടുത്തത് കൺജങ്ഷൻ ആണ്. എ കൺജങ്ഷൻ ഈസ് എ വേർഡ് വിച്ച് ജോയിൻസ് ടു വേർഡ്സ് ഓർ സെൻറ്റൻസസ്. വാക്കുകളെ, അത് രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായി അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചില വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള വാക്കുകളെ പറയുന്നതാണ് കൺജങ്ഷൻ. രാജു ആൻഡ് രവി ആർ കസിൻസ്. രാജു രവിയും കസിൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആൻഡ് എന്ന പദം അവർ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കൺജങ്ഷൻ വേർഡ്. ഷീ ഈസ് പുവർ ബട്ട് ഓണസ്റ്റ്. അവൾ പാവപ്പെട്ടതാണ്, അതോടൊപ്പം അവൾ എന്തുമാണ്? ഓണസ്റ്റ്, സത്യസന്ധതയുള്ളൊരു കുട്ടിയുമാണ്. അപ്പം രണ്ട് സെൻറ്റൻസുകളെ അവിടെ എന്താക്കിയിരിക്കുന്നു? ഒരുമിച്ച് ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. Last one, interjection. An interjection is a word which express a strong or sudden feeling. നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു വസ്തു കാണുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ചില വാക്കുകൾ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇൻ്റർജെക്ഷൻ. അപ്പം നമുക്ക് ചിലപ്പോൾ അത് സോറോ ആയിരിക്കാം, ഫിയർ, ആങ്കർ, അങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. അവിടെ ആശ്ചര്യചിഹ്നമൊക്കെ, അതായത് എക്സ്ക്ലമേറ്ററി മാർക്സ് നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, നമ്മളൊരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് പറയും. അലാസ് ഐ ആം ഇൻ എ ഹെവി ലോസ്. അപ്പം നമ്മുടെ സഡൻ ഫീലിങ്സ് എല്ലാം തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതോടുകൂടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഭാഗം നമ്മുടെ ഇവിടെ പൂർണ്ണമായി. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രാമർ പാർട്ടുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. ആദ്യമായിട്ടാണ് ടീച്ചറിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.